നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മലയാള സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരുന്ന സിനിമ ആയിരുന്നു ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ആടുജീവിതം. പാൻ ഇന്ത്യൻ റിലീസായെത്തിയ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും റിലീസിന് എത്തുകയാണ്. ഖത്തറിലാണ് ഏറ്റവും ഒടുവിൽ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 28-ന് ആയിരുന്നു ആടുജീവിതം റിലീസ് ചെയ്തത്. ഗൾഫ് നാടുകളിൽ യുഎഇയിൽ മാത്രമായിരുന്നു റിലീസിന് അനുമതി ലഭിച്ചിരുന്നു. പിന്നാലെ നടന്ന സെൻസറിംഗിൽ ഖത്തറിൽ അനുമതി ലഭിക്കുക ആയിരുന്നു. ബഹ്റൈനിലും പ്രദർശനാനുമതി ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിൽ ആദ്യ സെൻസറിംഗിൽ തന്നെ അനുമതി നിഷേധിച്ചിരുന്നു. അതേസമയം ഓവർസീസിൽ മികച്ച കളക്ഷനാണ് ആടുജീവിതത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം 7 ദിവസത്തിൽ 4.57 മില്യൺ ആണ് ചിത്രം നേടിയിരിക്കുന്നത്. അതായത് 38.1 കോടി. ആഗോള തലത്തിൽ 80 കോടിയിലേറെ ആടുജീവിതം നേടിക്കഴിഞ്ഞു. കേരളത്തിൽ 30 കോടിയിലേറെ നേടിയെന്നാണ് കണക്ക്. ഈ ആഴ്ച പൂർത്തിയാകുമ്പോഴേക്കും ചിത്രം 100 കോടി തൊടുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയെങ്കിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി തൊട്ട മലയാള സിനിമ എന്ന ഖ്യാതിയും ആടുജീവിതത്തിന് സ്വന്തമാകും. റിലീസ് ചെയ്ത 4 ദിവസത്തിനുള്ളിൽ ഏറ്റവും വേഗം 50 കോടി ക്ലബ്ബിൽ കയറിയ സിനിമ എന്ന നേട്ടം പൃഥ്വിരാജ് സിനിമ സ്വന്തമാക്കിയിരുന്നു. അമല പോള നായികയായി എത്തിയ ചിത്രത്തിലെ നജീബ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. സിനിമയ്ക്കായി പൃഥ്വി നടത്തിയ ട്രാൻസ്ഫോർമേഷന് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്.